ഹേയ്, അങ്ങനെ മൂന്നാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. മുടി പോയി. അത് ഞാനത് താടി സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ശരിയായില്ല. പിന്നെ ലാസ്റ്റ് മുട്ടടിക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു അപ്ഡേറ്റ് ആണ്. 2-3 ദിവസത്തിനുള്ളിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചോട്ടെ. അപ്പോൾ ഈ മുടി പോയതല്ലാതെ നമ്മൾ ഡെക്കത്ലോണിലേക്ക് ഒരു റൈഡ് പോയി, ഡെക്കത്ലോൺ തലവരിക്ക്. അപ്പോൾ ഒരു 100 കിലോമീറ്റർ റൈഡായിരുന്നു. അതൊരു ഫൺ റൈഡായിരുന്നു ഇന്നലെ. അപ്പം അതല്ലാതെ നമ്മുടെ പഴയ ഓഫീസിലത്തെ ഒരു പഴയ കൊളീഗ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു പഴയ ഓർമ്മകളും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനായിട്ടും ബെസ്റ്റ് ആയിരുന്നു. ശനി ഞായറൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി വേറെ കമ്പനീസൊന്നും നമ്മളെ വിളിക്കില്ല എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ എനിക്ക് ലിങ്ക്ഡിനിൽ ഒരു സായി പ്രസാദ് എന്ന് പറഞ്ഞൊരു സീനിയർ ഡെവലപ്പർ, ആൾക്ക് ഏകദേശം 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആൾ കോണ്ടാക്ട് ചെയ്തു നമ്മളെ. എന്നിട്ട് കുറേ ലൈഫ് എക്സ്പീരിയൻസും എന്തൊക്കെയാണ് ഞാൻ റെസ്യൂമിൽ ചെയ്യേണ്ട അപ്ഡേറ്റ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ആളുടെ ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട്, അതേപോലെ തന്നെ കുറേ ഈ ലിങ്ക്ഡിൻ നോക്കിലുള്ള ജനറിക് പ്ലാറ്റ്ഫോംസ് അല്ലാതെ വേറെ കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആൾ ഫെമിലിയറൈസ് ചെയ്യിപ്പിച്ച് തന്നു. അപ്പോൾ ആളുടെ ഒരു അപ്ഡേറ്റ്സും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, റെസ്യൂമേ ബിൽഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് റെസ്യൂമേ ഉണ്ടാക്കാവുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ, അത്ര തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു എക്സൽ, വേർഡ് എന്നുള്ള സംഭവത്തിൽ നിന്ന് നമുക്ക് മാറിയിട്ട് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. നമ്മൾ കൂടുതലും എഐനെ റിലൈസ് ചെയ്തിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വേർഡ് റീഫ്രൈസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ എയുടെ അടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത് വേർഡിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPT ഇട്ട് കൊടുത്ത് അതൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഓരോ സെക്ഷനും പോയി കോപ്പി പേസ്റ്റ് ചെയ്ത് റീഫ്രൈസ് ചെയ്യാൻ പറയലൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഐക്ക് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റ് അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ജേസൺ ആണ് എനിക്ക് കുറച്ചും കൂടി കണ്ടപ്പോൾ എനിക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയതും. എഐക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് ഇപ്പൊ എഐനെ കൊണ്ട് വേറെ രീതിയിലേക്ക് എനിക്ക് വേണം, റീഫ്രൈസ് ചെയ്ത് തരണം, അല്ലെങ്കിൽ വേർഡിങ്സും എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ATS ഫ്രണ്ട്ലി ആക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജേസൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് അത് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പൊ അതാണ് ഈ പറഞ്ഞ മാതിരി റെസ്യൂമേ ബിൽഡർ നമ്മൾ ഉണ്ടാക്കാൻ ഇനീഷ്യലി നമ്മുടെ പ്ലാൻ ആയിരുന്നു. പിന്നെ ഭയങ്കര മടിയായിരുന്നു. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം നമുക്ക് വേർഡിലൊക്കെ റെസ്യൂമേ എഡിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ ഒരു ടാബ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെന്റ് ഫുള്ള് തെറ്റി, അങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ഉണ്ടാക്കുക, ഫോമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ജനറേറ്റ് ചെയ്യുക, റെസ്യൂമേ ജനറേറ്റ് ചെയ്യുക, ഒരു ജനറിക് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ചേഞ്ചസ് അതിൽ വരുത്തി. അതേപോലെ തന്നെ നമുക്ക് AI വെച്ചിട്ട് പ്രീവിയസ്ലി നമുക്കുണ്ടായിരുന്ന റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാം. അപ്പോൾ ഫാങ് ടെംപ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പല ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹയർ ആവാൻ എളുപ്പമുള്ള കുറേ ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ്സും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തു. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു മുന്നേ നമ്മൾ റെസ്യൂമേ ബിൽഡറിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് എക്സാമ്പിൾസ് ഉണ്ടാവും. അതിന് സെലക്ട് ചെയ്തിട്ട് ഏതാ നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിലൂടെ തന്നെ നമ്മുടെ റെസ്യൂമേയും ഒന്ന് കുട്ടപ്പനാക്കി വെച്ചു. അതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. നമ്മളെന്തായാലും വേറെ ഈ പറഞ്ഞ ഈ ജോബ് പോർട്ടൽസിലൊന്നും ഒന്ന് അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും ബാക്കി നമുക്ക് നമ്മുടെ ഗിറ്റ് ഹബിലും നമ്മുടെ പല വെബ്സൈറ്റുകളിലൊക്കെ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. അപ്പം അത് ആദ്യം ഇനീഷ്യലി ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എല്ലാത്തിലും പോവാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. സൈക്കിൾ തിരിച്ചിട്ട് കാരണം കുറച്ച് സമാധാനമുണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങാനും ഇതൊക്കെ. അപ്പം ഇന്ന് വൈകുന്നേരം ഒരു റൈഡ് പോകണത് അതേപോലെ തന്നെ. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ.